സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖലയെ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഗൗരവം വീണ്ടും ചർച്ചയാവുകയാണ്. കനത്ത വരുമാന നഷ്ടത്തെ തുടർന്ന് ഉച്ചസമയത്തെ ഒരു സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ച സ്വകാര്യ ബസിന് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തിയിരിക്കുകയാണ്. മാഞ്ഞാലി റൂട്ടിൽ സർവീസ് നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ എന്ന സ്വകാര്യ ബസിനാണ് മോട്ടോർ വാഹന വകുപ്പ് 7500 രൂപ പിഴ ചുമത്തിയത്. നിശ്ചിത സമയത്ത് സർവീസ് നടത്താതിരുന്നത് മൂലം പെർമിറ്റ് വ്യവസ്ഥ ലംഘിച്ചുവെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ബസ്സുകളിൽ സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ചതിന് പിന്നാലെ പ്രതിഷേധത്തിന്റെ ഭാഗമായി പുരുഷ യാത്രക്കാർക്കും സൗജന്യ യാത്ര അനുവദിച്ച ശ്രദ്ധ നേടിയ ബസ്സായിരുന്നു ലിറ്റിൽ ഫ്ലവർ. എന്നാൽ യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വൻ കുറവും വരുമാന നഷ്ടവും കാരണം ഉച്ചയ്ക്ക് 2:30-നുള്ള സർവീസ് ബസ് അധികൃതർ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് കാരണമെന്ന് ബസ് ഉടമ അധികൃതരെ അറിയിച്ചിരുന്നുവെങ്കിലും പിഴ ഒഴിവാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായില്ലെന്നാണ് ആരോപണം. ഓൺലൈൻ വഴി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് പിഴ ചുമത്തിയതെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. അതേസമയം ഈ പിഴ അടയ്ക്കാനുള്ള തുക പോലും സമാഹരിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ 2 ആഴ്ച സർവീസ് നടത്തിയാലും സാധിക്കില്ലെന്നാണ് ബസ് ഉടമയുടെ പ്രതികരണം. ഈ സാഹചര്യത്തിൽ സ്വകാര്യ ബസ് ഉടമകൾ ജൂലൈ 20 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം സ്വകാര്യ ബസ് ഉടമകളുടെ ആശങ്ക സർക്കാർ ഗൗരവമായി കാണുന്നുണ്ടെന്ന് ഗതാഗത മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. ബസ് ഉടമകൾക്ക് ആശ്വാസമായി വാഹന നികുതിയിൽ ഇതിനോടകം 59% ഇളവ് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സ്വകാര്യ ബസ് മേഖലയുടെ പ്രതിസന്ധിക്ക് സ്ഥിരമായ പരിഹാരം കണ്ടെത്താൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തുമോ എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്.